ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂണ് വെച്ചിട്ട് ഒരു പുതിയ ഡിഷാണ്. നമ്മുടെ കൂണും പുളിയുടെ തളിരില, കാന്താരിമുളക്, കറിവേപ്പില, തേങ്ങ, വാഴയില ഇത്രയും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പുളിയിലയും തേങ്ങയും കാന്താരിമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കൂണൊന്ന് ചൂടുവെള്ളത്തിലിട്ടെടുത്താണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നമ്മൾ ഈ മിക്സ് വെച്ചിട്ട് ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. തിളച്ച വെള്ളത്തിലേക്ക് കൊണ്ടിട്ടിട്ട് അത് വാരിയെടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഈ പുളിയിലയും തേങ്ങയും കാന്താരിമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കൂണിൽ പിടിച്ചിട്ട് അത് നല്ല ദോശച്ചട്ടിയിൽ നല്ല വാഴയില വെച്ച് അതിലേക്ക് കുറേശ്ശെ എടുത്തിട്ട് പരത്തി അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ടാണ് മിക്സ് ചെയ്യണം കേട്ടോ. പറയാൻ മറന്നു. വെളിച്ചെണ്ണ, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വാഴയിലയിൽ പരത്തി വെച്ച് 2 നിര വാഴയില ഇടണാൽ കത്തിപ്പോവും. ഗ്യാസ് ആയതുകൊണ്ട്. തീയുടെ കനലിലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഗ്യാസിലാണ് ചെയ്തത്. അപ്പോൾ ദോശച്ചട്ടിയിൽ 2 നിര വാഴയില വെച്ചിട്ട് അതിൽ ഈ പുളിയിലയും കൂണും വെളിച്ചെണ്ണയും ഉപ്പും കാന്താരിമുളകും കറിവേപ്പിലയും തേങ്ങയും എല്ലാം കൂടി അരച്ചത് പരുത്തി വെച്ച് അതിൻ്റെ മീതെ 2 നിര വാഴയില വേറെ ഇട്ട് അടച്ച് വെച്ച് വാഴയില ഒന്ന് വാടുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതേപോലെ സിമ്മിൽ വെച്ചിട്ട് കുറേ നേരം ഇരിക്കണം കേട്ടോ. ഒരു 1 മണിക്കൂറോളം ഇരിക്കണം. എന്നാലാണ് അത് നന്നായിട്ട് വെന്ത് വരുള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടോ. വൈറ്റമിൻ D3 ആണ്. അപ്പോൾ കൂണ് കഴിക്കേണ്ടത് അത്യാവശ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാ ദിവസവും ഒരേ ഡിഷ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ വ്യത്യസ്തമായ രുചികളിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മടുക്കില്ല. നല്ല ടേസ്റ്റിയാണ്. ഇത് ചുമ്മാ വെറുതെ കഴിക്കാനാട്ടോ കൂടുതൽ ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കണമെന്നില്ല. വെറുതെ എടുത്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്.